അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് അല്പനേരം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് എത്രമാത്രം ഗ്രാഹ്യമുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ നല്ല നിശ്ചയമില്ല. അതിനാൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ വിഷയം ശബത്ത്, യോവേൽ എന്ന് പറയുന്ന രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ്. ശബത്തും യോവേലും എങ്ങനെ ബന്ധപ്പെടുന്നു, അതിൻ്റെ നിവൃത്തി, അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഗ്രഹിക്കാൻ പോകുന്നത്. ശബത്ത് എന്ന് പറഞ്ഞാൽ സാമാന്യമായ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. സ്വസ്ഥത. ഈ ജൂബിലി, ശബത്ത് എന്നുള്ള വിഷയങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മറ്റുള്ള ജാതികളുമായിട്ട് ഈ വിഷയങ്ങൾക്ക് ബന്ധമില്ല. ഇതിൻ്റെ പൊരുൾ എല്ലാ മനുഷ്യർക്കും ബാധകമാകുന്നു എന്നുള്ളതാണ്. കാരണം പഴയ നിയമം നിഴലും പുതിയ നിയമത്തിൽ അതിൻ്റെ നിവൃത്തികളുമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ രീതി അങ്ങനെയാണ്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. എബ്രായർ 10:1 അപ്പോൾ വരുവാനിരിക്കുന്ന ചില നന്മകളുടെ നിഴലുകളായിട്ട് പഴയ നിയമങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിലുള്ള ഒരു വിഷയമാണ് ശബത്ത്. നമ്മൾ ശബത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ യഹോവ ശബത്തിൽ സ്വസ്ഥമായിരുന്നു എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത സകല പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം അവൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അപ്പോൾ ശബത്ത് ആചരണം, അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ യഹോവ നമുക്ക് നൽകിയിരിക്കുകയാണ്. 6 ദിവസം കൊണ്ട് ഭൂമിയും അതിലുള്ള സർവ്വതും സൃഷ്ടിച്ച് 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു വിശ്രമത്തിൻ്റെ സമയമാണ് സ്വസ്ഥത. ഈ സ്വസ്ഥത മനുഷ്യരാശിക്കും അനുഭവപ്പെടണം എന്നുള്ള ആശയത്തിലാണ് ഇസ്രായേലിന് കൊടുത്ത നിയമങ്ങളിൽ ശബത്തിനെ ഒരു വലിയ ആചാരമായി അനുഷ്ഠിക്കുവാൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നു. ലേവ്യ പുസ്തകം 23-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, എന്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാവിത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്ന് ഒരു വേലയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബത്ത് ആകുന്നു. അവിടെ യഹോവ ആ തുടങ്ങി വെച്ച ശബത്തിനെ കുറിച്ച് അവിടെ പറയാം. അതുപോലെ നിങ്ങൾ ഇസ്രായേല്യർ, നിങ്ങൾ 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം ശബത്ത് ആചരിക്കണം. അത് സ്വസ്ഥമായിരുന്ന് യഹോവയെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്
തലമുറ തലമുറയായി നിങ്ങൾക്ക് നിത്യനിയമമായിരിക്കണം. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് എന്താണ് സ്വസ്ഥത? യഹോവ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ചു സ്വസ്ഥനായി. ഇസ്രായേലിനെ സംബന്ധിച്ച് എന്താണ് സ്വസ്ഥത എന്നാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ കനാൻ ദേശത്ത് വരുന്നതിന് മുമ്പ് അവർ മിസ്രൈമിൽ അടിമകളായി കഠിനമായ ദാസ്യവേല ചെയ്തുകൊണ്ടിരുന്നു. സ്വസ്ഥതയുടെയും വിശ്രമത്തിൻ്റെയും ആ സുഖം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ആ സുഖം അനുഭവിക്കുവാൻ വേണ്ടി, സ്വസ്ഥതയുടെ സുഖം അനുഭവിക്കുവാൻ വേണ്ടി ഒരു സാഹചര്യം ദൈവം ഒരുക്കിക്കൊണ്ടുവരുവാണ്. അതിനു വേണ്ടിയിട്ടാണ് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി യഹോവയുടെ പ്രമാണങ്ങൾ എല്ലാം ഇസ്രായേലിന് നൽകുകയാണ്. സീനായി മലയിൽ വെച്ച് ഇസ്രായേൽ കനാൻ ദേശത്ത് എത്തിയ ശേഷം അവർ ആചരിക്കേണ്ട നിയമങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതെല്ലാം രേഖപ്പെടുത്തി മോശയിൽ കൂടെ കൊടുക്കുന്നു. അപ്പോൾ ഇസ്രായേൽ കനാൻ ദേശത്ത് വന്നിട്ട് വേണം ഇനി സ്വസ്ഥത അനുഭവിക്കുവാൻ. അപ്പോഴാണ് അവരുടെ ആ കഠിന വേലയും ഫറവോൻ്റെ കീഴിലുള്ള അടിമത്വവും എത്രമാത്രം ഭീകരമായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഒന്നിൻ്റെ അപര്യാപ്തതയിൽ മറ്റൊന്നതിനെ മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെയുള്ള ഒരു അവസ്ഥ. രണ്ടും വിപരീത അവസ്ഥയാണ്. അപ്പം അതിനു വേണ്ടിയാണ് ഇസ്രായേലിനെ കനാൻ ദേശത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. അപ്പോൾ കനാൻ ദേശത്ത് എത്തിയ ശേഷം ദൈവം അവർക്ക് ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള സാഹചര്യം അവിടെ ഒരുക്കുകയാണ്. ഒരു പ്രത്യേക ഭരണ സംവിധാനം, ഒരു പ്രത്യേക അതിരുകളുള്ള രാജ്യം അവർക്ക് നൽകപ്പെട്ടു. മൊത്തത്തിൽ കനാൻ ദേശം എന്ന് നമ്മൾ പറയുന്നു. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും കൃത്യമായ അതിരുകളോടുകൂടി യോശുവയും അവർക്ക് കാലേബും കൂടി അവർക്ക് രാജ്യം വിഭാഗിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇസ്രായേൽ ഒരു സ്വതന്ത്ര ജനതയായി കനാൻ ദേശത്തെ താമസം ഉറപ്പിക്കുന്നു. അപ്പം അതിന് ശേഷം ദൈവം പറയുന്നത്, നിങ്ങൾ കനാൻ ദേശത്ത് എത്തിയ ശേഷം 6 സംവത്സരം നിങ്ങൾ തുടർച്ചയായി കൃഷി ചെയ്യണം. കൃഷി ചെയ്തിട്ട് 7ാമത്തെ സംവത്സരത്തിൽ നിങ്ങൾ നിലം തരിശായിട്ടിടണം. കൃഷി ചെയ്യാൻ പാടില്ല. 6 സംവത്സരം കൃഷി ചെയ്ത ആ വിഭവങ്ങൾ കൊണ്ട് അവർക്ക് വളരെ ഫലപുഷ്ടമായ അനുഭവമാണ് ദൈവം അവർക്ക് നൽകുന്നത്. അപ്പോൾ 7ാം ദിവസം 7ാമത്തെ വർഷം ദേശം സ്വസ്ഥതയാചരിക്കണം. അപ്പം ദേശത്തിനും സ്വസ്ഥത വേണമെന്നാണ് യഹോവയുടെ നിർബന്ധം. മനുഷ്യന് മാത്രം പോരാ, ദേശത്തിനും സ്വസ്ഥത വേണം. അതിനെക്കുറിച്ച് പറയുന്ന ഭാഗം നമുക്കൊന്ന് നോക്കാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. ശബത്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിച്ചത് ആ കാര്യം തന്നെയാണ്. ശബത്ത് ആചരിക്കണം. യഹോവ ശബത്ത് ആചരിച്ചു, യഹോവ വിശ്രമിച്ചു. അങ്ങനെ ഇസ്രായേലിന് വിശ്രമത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്.
എന്നിട്ട് ശബത്ത് ആചരിക്കണം. 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം. അവണ്ണം 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവമെടുക്കണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബത്തായ യഹോവയുടെ ശബത്തായിരിക്കണം. 7-ാം വർഷം ദേശത്തിന് സ്വസ്ഥതയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? 8-ാം വാക്യത്തിൽ പിന്നെ 7 ശബത്താണ്ടായ 7 സംവത്സരം എണ്ണണം. 7 ശബത്താണ്ടായ 7 സംവത്സരം. അപ്പോൾ 7 7 49. ഓരോ 6 വർഷം കഴിയുമ്പോഴും ഒരാണ്ട്, ഒരു ശബത്താണ്ട്. അങ്ങനെ പിന്നെ അടുത്ത 6 വർഷം കഴിയുമ്പോഴും ഒരു ശബത്താണ്ട്. അങ്ങനെ 7 ശബത്താണ്ട് കൂടിയിട്ട് 7 6 42, 1 43. അപ്പോൾ 7 ശബത്താണ്ട് കൂടിയിട്ട് വരുന്ന കാലം 7 49 വരും. 43 അല്ല, 49 വർഷം. ഈ 49 വർഷം കഴിഞ്ഞ് വരുന്ന 50-ാം വർഷം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ 7 ശബത്താണ്ടായ 7 സംവത്സരം എണ്ണണം. ഇങ്ങനെ 7 ശബത്താണ്ടായ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാകാഹളധ്വനി ഉണ്ടാകണം. മഹാധ്വനി കാഹളം. ഇസ്രായേലിൻ്റെ പെരുന്നാളുകൾ 7 പെരുന്നാളുകളാണ് ഇസ്രായേലിനുള്ളത്. അത് ലേവ്യാപുസ്തകം 23 അത് ഒന്നൊന്നായി വിവരിക്കുന്നു. ഈ 7 പെരുന്നാളുകളും 7-ാം മാസം 15-ാം തീയതിയോടുകൂടി എല്ലാ പെരുന്നാളുകളും അവസാനിക്കുക. ബാക്കി 5 മാസത്തെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാകാഹളധ്വനിയുടെ പെരുന്നാളാണ്. 7-ാം മാസം 15-ാം തീയതി മഹാപാപപരിഹാര ദിവസമാണ്. അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്നു. അപ്പം ഈ ശബത്തിൽ തുടങ്ങിയ ഈ ആചരണം, ശബത്ത് എന്ന് പറയുമ്പോൾ 7-ാമത്തെ ദിവസമാണ്. ഇത് യോവേല് എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് വർഷങ്ങളുടെ സംഖ്യയാണ് അതിനകത്തുള്ളത്. അപ്പോൾ 7 49 കഴിഞ്ഞ് വരുന്ന 50-ാം വർഷം ഇസ്രായേലിന് വലിയ ഒരു വിമോചനത്തിൻ്റെ വർഷമായിട്ട് തീരുന്നു എന്നാണ്. അതിന് ജൂബിലി അല്ലെങ്കിൽ യോവേൽ എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പം ഈ ജൂബിലി എങ്ങനെയാണ് അന്വർത്ഥമാവുന്നത്? ഇസ്രായേലിൽ കനാൻ ദേശത്ത് വന്ന് അവർ പെരുകി, അവരിൽ ദരിദ്രന്മാരും സമ്പന്നന്മാരും എന്നുള്ള രീതിയിലുള്ള വിഭാഗങ്ങൾ, അതവരവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ചിലർ ദരിദ്രന്മാർ, ചിലർ സമ്പന്നന്മാരായി, അങ്ങനെ എല്ലാവരും ഒരു തുല്യ അവസ്ഥയിൽ അല്ലാത്ത ഒരു കാലം സംജാതമാകുകയും അപ്പോൾ അവർക്ക് നിലനിൽക്കാൻ വേണ്ടുന്ന നിയമങ്ങൾ ദൈവം നേരത്തെ തന്നെ കരുതിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിലെ ദരിദ്രന്മാർ അവരേതെങ്കിലും കാരണവശാൽ അവരുടെ സ്വത്തുക്കൾ മറ്റുള്ളവർക്ക് വിലയ്ക്ക് വിൽക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ കടം കയറി കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ പോരും. അങ്ങനെ ഈ ഉച്ചനീചത്വങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ ഇസ്രായേലിൽ വരാതിരിക്കാൻ വേണ്ടി ദൈവം ചില മുൻകരുതലുകൾ ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് ഈ ജൂബിലി വെച്ചിരിക്കുന്നത്, 50-ാം വർഷം. ഈ 50-ാം വർഷത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ
അവരവരുടെ അവകാശം, അവരവരുടെ അവകാശ ഭൂമി ഓരോരുത്തർക്കും ഇസ്രായേൽ വിട്ടുകൊടുക്കണമെന്നാണ്. അത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കടം വാങ്ങിയതായാലും കടം കൊടുത്തതായാലും 50-ാം വർഷം അത് ഫ്രീ ആയിട്ടൊഴിഞ്ഞ് പൂർവസ്ഥിതിയിലേക്ക് ഇസ്രായേൽ ഗോത്രങ്ങൾ മടങ്ങി വരണമെന്നാണ് ദൈവം ഇസ്രായേലിനെ അറിയിക്കുന്നത്. ഇതൊരു വലിയ കാര്യത്തിൻ്റെ പൊരുളാണ്. ഭൂമിയുടെ മഹായോവേൽ എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇസ്രായേലിൻ്റെ ഈ നിയമവ്യവസ്ഥയിൽ കൂടി ദൈവം ചെയ്തിരിക്കുന്നത്. നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ ഈ ആചരണത്തിന് ഒരു നിവൃത്തിയുണ്ട് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റും. എബ്രായ ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. നമ്മൾ പറഞ്ഞല്ലോ, ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് മിസ്രൈമിൽ നിന്നും പോന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ സ്വസ്ഥത, ഏത് യഹോവ അനുഷ്ഠിച്ച ആ സ്വസ്ഥത, അതിൽ മനുഷ്യർക്ക് പ്രവേശിക്കാനുള്ള വാഗ്ദത്തമുണ്ടെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. മനുഷ്യർക്ക് പ്രവേശിക്കാനുള്ള ആ വാഗ്ദത്തം ഇസ്രായേൽ വിശ്വാസത്താൽ പൂർത്തിയാക്കണമെന്നാണ്. അങ്ങനെ ഇസ്രായേൽ വിശ്വാസത്താൽ ഈ വാഗ്ദത്തം അവകാശമാക്കാൻ കഴിയാതെ വന്ന വിഭാഗത്തെക്കുറിച്ച് ഇവരുടെ യാത്രയിൽ തന്നെ മോശ എഴുതിയിരിക്കുന്നു. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിച്ചത്. മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു പോന്ന ഇസ്രായേലിയരിൽ അനേകായിരങ്ങൾ മരുഭൂമിയിൽ അവിശ്വാസത്താൽ മരിച്ചു വീണു എന്നാണ്. അവർക്ക് ആഹാരം കിട്ടാതെ വരുന്നു, വെള്ളം ചില സമയത്ത് അവരുടെ താല്പര്യത്തിന് കിട്ടാതെ വരുന്നു. ഇങ്ങനെയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ ഇസ്രായേൽ യഹോവയോട് മത്സരിച്ചു. അങ്ങനെ മത്സരിച്ചപ്പോൾ യഹോവ പലപ്പോഴും അവർക്ക് ശിക്ഷ കൊടുത്തു. അവരുടെ യാത്രയിൽ അവർ ബാൽപെയോരിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു എന്ന് പറയുന്നു. മിസ്രൈമിലും ചെങ്കടലിലും മരുഭൂമിയിലും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും വഴിയായി അവരെ നടത്തി യഹോവ. ആ യഹോവയെ ഇസ്രായേൽ അവിശ്വസിക്കുകയും അങ്ങനെ ആ തലമുറ, മിസ്രൈമിൽ നിന്ന് പോന്ന തലമുറയിൽ 20 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവരും മരുഭൂമിയിൽ മരിച്ചു വീണു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ യഹോവയുടെ ഈ സ്വസ്ഥത ഇസ്രായേലിന് നിഴലായി കൊടുത്തിരിക്കുന്ന നിയമത്തിൽ ഒരു വിശ്വാസ സമൂഹത്തിന് ഭാവിയിൽ ലഭിക്കുവാനുള്ള ഒരു സ്വസ്ഥതയുടെ നിഴലായിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ യഹോവയുടെ സ്വസ്ഥത എന്നാണ് പിന്നെയും പറയുന്നത്. അത് യഹോവ നൽകുന്ന സ്വസ്ഥതയാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു വാക്യം വായിക്കാം. അവർക്ക് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഏത്? മിസ്രൈമിൽ കേട്ട ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവർക്ക് ഉപകാരമായി വരുന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിച്ചത്. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ
പ്രവേശിക്കില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഏഴാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി എന്ന് ഏഴാം നാളിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല എന്ന് ഇവിടെ പിന്നെയും പറയുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ വീണ്ടും സ്വസ്ഥതയ്ക്കുള്ള അവസരം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ എന്താണ് കാരണമെന്നാണ്. അപ്പം ഇസ്രായേലിന് നൽകപ്പെട്ട സ്വസ്ഥതയുടെ ആ നിവൃത്തി അത് പുതിയ ഇസ്രായേലിനാണ് പ്രവൃത്തിപഥത്തിലാകുന്നതെന്ന്. ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, അതിൽ ഉള്ള നിവൃത്തിയാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. ഇവിടെ മോശ ഇസ്രായേലിനെ വഴി നടത്തി. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ വിശ്വാസികളെ വഴി നടത്തുന്നത് യേശുവാണ്. രണ്ടിനും വിശ്വാസമാണ് ആവശ്യം. വിശ്വാസമുള്ളവർക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ്. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിത്തീരുന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തോണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കാം. ഇപ്പം പുതിയ നിയമ വിശ്വാസികളോടുള്ള ആഹ്വാനമാണ് ദൈവത്തിൻ്റെ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നാം ഉത്സാഹിക്കുക. അപ്പം എന്താണ് ഈ സ്വസ്ഥതയുടെ നിവൃത്തി എന്നാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 50-ാം ദിവസം അല്ല 50-ാം വർഷം എന്ത് പ്രവർത്തനമാണ് ഇസ്രായേലിൽ നടന്നത്? ഇസ്രായേലിലെ ഓരോ കുടുംബത്തിനും അവരവരുടെ അവകാശങ്ങളിലേക്ക് മടങ്ങി വരാം എന്നുള്ളതാണ് ഒരു വിശേഷത. ഒരാൾ ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അടിമയെ ഈ 50-ാം വർഷം ഫ്രീ ആയിട്ട് വിടണം. ഞാൻ വില കൊടുത്ത് വാങ്ങിയതാന്ന് പറഞ്ഞ് വീണ്ടും അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുപോലെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ അത് നിയമാനുസൃതം കൃത്യമായി ഈ 50-ാം വർഷം ഇസ്രായേൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തിരിക്കണം. അത് കൃത്യമായി പാലിച്ചേ പറ്റും. ഒരാൾ തൻ്റെ വസ്തു വിറ്റു എന്നിരിക്കട്ടെ, അപ്പം അദ്ദേഹത്തിന് അത് തിരികെ എടുക്കാൻ വഴിയില്ല. അങ്ങനെ വരുവാണെങ്കിൽ ഈ യോവേൽ സംവത്സരത്തിൽ മറ്റൊരാൾക്ക് അദ്ദേഹത്തിൻ്റെ ആ വസ്തുവിൻ്റെ വീണ്ടെടുപ്പ് വില കൊടുത്ത് അത് മടക്കിയെടുക്കാം. നമ്മൾ രൂത്തിൻ്റെ കഥയൊക്കെ പഠിച്ചിട്ടുള്ള രൂത്തും നവോമി. അപ്പോൾ യെരുശലേമിൽ ക്ഷാമം വന്നപ്പോൾ എലിമലേക്കും നവോമിയും മഹ്ലോനും കില്യോനും കൂടി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ പോയി. അവർ കുറേ നാൾ കഴിഞ്ഞപ്പോൾ മഹ്ലോനും കില്യോനും മരിച്ചു. ഓർപ്പ അമ്മാവിയമ്മയെ വിട്ടിട്ട് പോയി. രൂത്ത് അമ്മാവിയമ്മയോടുകൂടെ കനാൻ ദേശത്തേക്ക് മടങ്ങി വന്നു. അപ്പോൾ അവരുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയി. അത് സ്വന്തമാക്കുവാൻ അവർക്ക് സാമ്പത്തിക ശേഷിയില്ല.
അപ്പോൾ അവർക്ക് അത് വീണ്ടെടുത്തു കൊടുക്കുന്നത് ബോവസാണ്. ബോവസ് നവോമിയുടെ അടുത്ത ബന്ധുവായിരുന്നതുകൊണ്ട് ബോവസിന് അത് വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പം ഈ വിധത്തിലുള്ള നന്മയ്ക്ക് ഉതകുന്നതായ പ്രവർത്തനങ്ങൾ മാത്രമേ ഈ 50-ാം സംവത്സരത്തിൽ ദൈവം അനുവദിക്കുകയുള്ളൂ എന്നാണ്. ഇതിൻ്റെ പൊരുൾ എന്താണ്? ഇപ്പം ശാബത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴേ ഈ യോവേലിൻ്റെ പൊരുളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സകല മനുഷ്യരും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്വത്തിലാണ്. ഈ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരൻ മുഴുവൻ ആദാമ്യ ഭവനത്തെയും മരണത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഈ 50-ാം സംവത്സരത്തിൽ. അപ്പോൾ മനുഷ്യന് മാത്രം പോരാ മോചനം, ഭൂമിക്കും മോചനം ഉണ്ടാകണം. എങ്ങനെയാ ഭൂമിക്ക് മോചനം ഉണ്ടാകുന്നത്? ഭൂമിയുടെ ശാപം മാറും എന്നുള്ളതാണ്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു ദൈവം. അപ്പോൾ ഭൂമിയുടെ ശാപം മാറ്റുവാനുള്ള കാലമാണ് ഈ യോവേൽ സംവത്സരം. ഇസ്രായേലിന് നൽകിയ യോവേൽ സംവത്സരവും അതിൻ്റെ പ്രവൃത്തിയും നിഴലായിരിക്കുന്നത് പോലെ അതിൻ്റെ പൊരുളായ മഹായോവേൽ മുഴുവൻ മനുഷ്യരാശിയെയും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കും, ഭൂമിയെ ശാപത്തിൽ നിന്നും വിടുവിക്കും. കയ്യിനോട് ദൈവം പറഞ്ഞില്ലേ, ഇനിമേലാൽ നിലം അതിൻ്റെ വീര്യം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞു. അതാണ് ഭൂമിക്ക് കിട്ടിയ ശാപം. ഈ ശാപത്തിൽ നിന്നും ഭൂമിയെ മോചിപ്പിക്കും. അപ്പോൾ മനുഷ്യരെയും ഭൂമിയെയും ശാപത്തിന് കീഴിൽ നിന്ന് മോചിപ്പിക്കുന്ന വർഷത്തെക്കുറിച്ചാണ് യൂബിലി അല്ലെങ്കിൽ യോവേൽ സംവത്സരം എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ മരണവും ദുഃഖവും അനുബന്ധ നടപടികളുമെല്ലാം മനുഷ്യരിൽ നിന്ന് നീങ്ങിപ്പോകും. അതുകൊണ്ട് ഈ ജൂബിലിയുടെ കാലഘട്ടത്തെ 7-ാം ദിവസം എന്ന് പറയുന്നു. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്നാണ്. ഇത് ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന കാര്യമാണ്. 7-ാം ദിവസം നടക്കുന്ന അനുഗ്രഹത്തിൻ്റെ മുന്നോടിയായിട്ട് കർത്താവായ യേശുക്രിസ്തു ഭൂമിയുടെ രാജാവായി മടങ്ങി വരും. അതുകൊണ്ടാണ് 7-ാം മാസം 10-ാം തീയതി മഹാകാഹളധ്വനിയുടെ പെരുന്നാളാണ്. ലേവ്യാപുസ്തകത്തിൽ നിങ്ങൾക്കത് വായിക്കാം. 7-ാം മാസം 10-ാം തീയതി മഹാകാഹളധ്വനി, 15-ാം തീയതി അങ്ങനെ അവസാനിക്കുന്ന പെരുന്നാളുകൾ. മഹാപാപപരിഹാര ദിവസം അതും 7-ാം മാസത്തിലാണ്. മഹാപാപപരിഹാര ദിവസം എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരാശിക്കും നിത്യജീവൻ കൊടുക്കുവാനായി ദൈവം മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലപ്രവൃത്തി 17:31 പറയുന്നത്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ഇത് ഈ 7-ാം നാളിനെ കുറിച്ചാണ്. അപ്പം 7 എന്നുള്ളത് ഒരു ദൈവിക പൂർണ്ണതയുടെ സംഖ്യയാണ്. ദൈവം എല്ലാം പൂർത്തിയാക്കിയ ഒരു ദിവസത്തിൻ്റെ ഒരു സംഖ്യയായിട്ടാണ് 7-ാമത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പം അതിൻ്റെ പൊരുളായിട്ട് 7-ാമത്തെ ദിവസം ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ മനുഷ്യരാശിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിച്ചിട്ട് ഒരു അനുഗ്രഹപൂരിതമായിരിക്കുന്ന ഭൂമിയിൽ ആക്കിത്തീർന്നു. അതിനു വേണ്ടിയിട്ടുള്ള നിഴലായി കാണിച്ചിരിക്കുന്ന ചരിത്രങ്ങളാണ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങളൊക്കെ. ഇതെല്ലാം ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നു എന്ന്. അപ്പോൾ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും.
യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയില്ല. യോശുവ താൽക്കാലികമായ ഒരു സ്വസ്ഥതയെ വരുത്തി. യേശുക്രിസ്തു വരുത്തുന്നത് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുള്ള സ്വസ്ഥതയാണ്. ഇങ്ങനെ ചില നിഴൽ പൊരുൾ ബന്ധങ്ങളിൽ നമ്മൾ വേദപുസ്തകത്തിൻ്റെ ഈ ചരിത്രങ്ങൾ പഠിക്കുമ്പോഴാണ് കൂടുതൽ പ്രകാശം നമുക്ക് ലഭിക്കുന്നത്. അതുവഴി നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കുന്ന അസത്യങ്ങളും അന്ധവിശ്വാസങ്ങളും ദൂരീകരിക്കുവാൻ ഇടയാകും. അപ്പം അതുകൊണ്ട് കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കണം ദൈവത്തിൻ്റെ സ്വസ്ഥതയെ പ്രവചിക്കുക. അതെന്താണ് നമ്മൾ ഇന്ന് കേട്ടിരിക്കുന്നത്? യേശു ദൈവപുത്രനാണ് എന്നുള്ളതാണ്. യേശുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകപ്പെടും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന പുതിയ നിയമത്തിൻ്റെ വചനം. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകം അവൻ മുഖാന്തരം ജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ജീവൻ പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ അവസ്ഥകളും മനുഷ്യരാശി മറക്കുകയും ദൈവരാജ്യമാകുന്ന ആ കനാൻ ദേശത്തിൻ്റെ അനുഗ്രഹങ്ങൾ, തേനും പാലും ഒഴുകുന്ന ദേശം, അത് ദൈവരാജ്യത്തിൻ്റെ സൂചനയാണ് ഈ കനാൻ ദേശം. അതല്ലാതെ ഇസ്രായേലിന് കൊടുത്ത ആ ദേശത്തിൽ ഈ പരിപൂർണമായിട്ടുള്ള ഈ പാലും തേനും ഒഴുകുന്ന അവസ്ഥയല്ലായിരുന്നു. ഇന്ന് ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താണ്? അപ്പം ഇതിനെല്ലാം ഒരു പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു കനാൻ ദേശം, പൊരുളിലെ കനാൻ ദേശം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് നമ്മൾ ഈ മരുഭൂമിയിൽ കൂടി ഇന്ന് വിശ്വാസത്താൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെയാണ് നമ്മുടെ ലക്ഷ്യം. ആ യേശു നമ്മളെ ആ രാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാം.